സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മൈദ ഉപയോഗിച്ചുള്ള ഒരു സ്വീറ്റാണ് ഇത്. ചോറ് അരച്ച് വെച്ചിരിക്കുന്നതാണ്. പഞ്ചസാരയും ഉപ്പും നെയ്യും മൈദയുമാണ് ഇതിന് ആവശ്യം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 കപ്പ് ചോറാണ് എടുത്തിരുന്നത്. അത് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ച് അതിലേക്ക് ആവശ്യത്തിന് മൈദയും ഉപ്പും 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഇതുപോലെ ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുത്തു. ഇനി നമുക്കിത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. കുറച്ച് കട്ടി കൂടുതൽ വേണമെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ പലഹാരത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ചപ്പാത്തി പരുവത്തിൽ പരത്തിയെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാര 1 കപ്പ് എടുത്തിരുന്നല്ലോ. അപ്പോൾ ആ പഞ്ചസാര ഇതുപോലെ നമ്മൾ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ലായനിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്ക പൊടിച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന പീസ് ഇതുപോലെ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി എടുക്കുകയാണ്. കണ്ടോ, പൊങ്ങി വരുന്നത് കാണുന്നത് കണ്ടോ? ഇതുപോലെ ചെറുത് കമ്പളകൾ പോലെ പൊങ്ങി വരുന്നതാണ്. നമ്മളിത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയിരുന്ന നമ്മുടെ പീസുകൾ നമ്മൾ പഞ്ചസാര ലായനിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് പഞ്ചസാര ലായനിയിൽ നിന്നും കോരിയെടുക്കാം. അധികം നേരം പഞ്ചസാര ലായനിയിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇത് പരത്തുമ്പോൾ പൊടി ഉപയോഗിക്കരുത്. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് മാത്രമേ പരത്തിയെടുക്കാമുള്ളൂ. എങ്കിൽ മാത്രമേ അത് നമ്മുടെ കല്ലിൽ നിന്ന് വിട്ടു പോരുകയും ചെയ്യുന്നത്. പഞ്ചസാര ലായനിയിൽ നിന്നും കോരിയെടുത്തിട്ടുള്ള നമ്മുടെ സ്വീറ്റാണിത്. അങ്ങനെ നമ്മുടെ ചോറ് കൊണ്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. Like, subscribe, press the bell icon.